Hello everyone, IEFT Day Part 4, Module 1 Part 4 ഒരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന ടോപ്പിക്കാണ്. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് കൂടെ ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, നമ്മുടെ ഇൻകം, പിന്നെ മറ്റ് പ്രോഡക്ട്സിന് റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ്, ഇതെല്ലാം കൂടെയാണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇലാസ്റ്റിറ്റി ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ടു എ ചേഞ്ച് ഇൻ എനി വൺ ഓഫ് ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഡിമാൻഡ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഫാക്ടേഴ്സ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണോ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതിലേതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡിമാൻഡ് ചേഞ്ച് വരുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് ചെയ്താൽ എത്രമാത്രം ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്നാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ആ പ്രൈസിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ഡിമാൻഡിൽ ചേഞ്ചസ് വരുത്തുന്നത് എത്രയാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ് ദ എക്സ്റ്റെൻഡ് ടു വിച്ച് ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻ അതർ വേർഡ്സ് നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എത്രമാത്രം ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ ചേഞ്ച് വരുന്നു, ദാറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഇനി എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്ന? പെർസെൻറ്റേജ് മെത്തേഡിൽ ഒരു ഇക്വേഷനാണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എക്സ്. അതായത് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് മെഷേർഡ് ആസ് ദി ratio of percentage change in quantity demanded to the percentage change in price. Percentage change, എത്ര പെർസെൻറ്റേജ് ചേഞ്ച് പ്രൈസിൽ കൊണ്ടുവന്നു, അതിനെ ബേസ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡിൽ വന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ Q1 മൈനസ് Q ഡിവൈഡഡ് ബൈ Q. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. Q1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേഞ്ച്. ഇപ്പോൾ ക്വാണ്ടിറ്റിയിൽ നമുക്കൊരു ഡിമാൻഡിൽ നമുക്ക് ചേഞ്ച് വന്നു. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ക്വാണ്ടിറ്റിയിൽ എത്ര ചേഞ്ചാണ് നമ്മുടെ ഇപ്പോഴുള്ള പ്രൈസ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ എത്രയാണെന്നുള്ളത് ആദ്യം കണ്ട് ഡിവൈഡഡ് ബൈ Q കൂട്ടുമ്പോൾ അതൊരു പെർസെൻറ്റേജ് ചേഞ്ച് നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈസിൽ ഇപ്പോൾ ഇനീഷ്യൽ പ്രൈസ് P ആണെങ്കിൽ, ഇപ്പം നമ്മുടെ പ്രൈസ് ചേഞ്ച് ചെയ്ത പ്രൈസ് P1 ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ P കൊടുത്താൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് എക്സ് കിട്ടും. അപ്പോൾ ഈ Q1 മൈനസ് Q, അതായത് ഡിമാൻഡിൽ വന്ന ചേഞ്ചസിനെ നമുക്ക് ഡെൽറ്റ Q എന്നും പ്രൈസിൽ വന്ന ചേഞ്ചസിനെ നമുക്ക് ഡെൽറ്റ P എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ 10 രൂപയുടെ ഒരു സാധനം നമ്മൾ 5 യൂണിറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് നമ്മൾ കുറച്ചു, പ്രൈസിൽ ചേഞ്ചസ് വരുത്തി 2 രൂപ കുറച്ചു, ഇപ്പോൾ അത് 8 രൂപയാക്കി മാറ്റിയാൽ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് 8 യൂണിറ്റ് വിൽക്കാൻ സാധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ചേഞ്ച്, ഇപ്പം പ്രൈസിൽ നമ്മൾ 2 രൂപയാണ് ചേഞ്ച് വരുത്തിയിരിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് ഡെൽറ്റ പി. എത്ര ചേഞ്ചാണ് ക്വാണ്ടിറ്റിയിൽ വന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര ചേഞ്ചാണ് വന്നിട്ടുള്ളത്? 5 എന്നുള്ളത് 8 ആയിട്ടുണ്ട്. ദാറ്റ് 3 ഈസ് ദ ഡെൽറ്റ Q. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു P ബൈ Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. നമ്മൾ ഈ ഒരു ഇക്വേഷനെ കുറച്ചും കൂടി ഈസിയസ്റ്റ് വേയിൽ പറഞ്ഞതാണ് ദിസ് വൺ, P ബൈ Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ P. ഇൻ ദ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഓൾറെഡി നമുക്കൊരു ഡിമാൻഡ് ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ഡിമാൻഡ് ഫംഗ്ഷൻ നമ്മൾക്കുണ്ട്. അതിലെ B എന്ന് പറഞ്ഞ അതാണ് നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ഡെൽറ്റ Q ബൈ ഡെൽറ്റ P എന്നുള്ളത്. ഈ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ B ആണ്. അത് നമുക്ക് കൺസംഷൻ തിയറിയിൽ പറയുന്നുണ്ട്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. അതിനെയാണ് ഈ B എന്ന ടേം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദിസ്
ദിസ് ഈസ് വാട്ട് ദി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് ഒരു ചേഞ്ചസിൻ്റെ റേഷ്യോ ആണ് ഇവിടെ ബി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നോക്കാൻ ഇപ്പോൾ നോർമൽ ഗുഡ്സിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മുടെ സാധാരണ നോർമൽ ഗുഡിൻ്റെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പാന്ന് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. ബിക്കോസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ആ നോർമൽ ഗുഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓൾവേസ് എ നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. ഇനി അത് നമുക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സൈൻ നമുക്കത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പറയുന്നില്ല. ഒരു നോർമൽ ഗുഡിന് നെഗറ്റീവ് തന്നെയായിരിക്കും. ബട്ട് ദ വാല്യൂ ഈസ് ഇൻ്റർപ്രറ്റഡ് വിത്തൗട്ട് കൺസിഡറിങ് ദി സൈൻ. നമുക്കിപ്പോൾ ഒരു -5 ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മളത് മനസ്സിലാക്കുക ദാറ്റ് ഈസ് എ നോർമൽ ഗുഡ്. ആ 5 നമ്മൾ ഗ്രേറ്റർ ദാൻ 1 ആണോ ലെസ് ദാൻ 1 ആണോ അല്ലെങ്കിൽ 0 ആണോ ആൻസർ കിട്ടിയത്, ഇൻഫിനിറ്റ് ആണോ ആൻസർ കിട്ടിയത് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദീസ് ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ 0, ഇൻഫിനിറ്റ്, ആ പ്രൈസ് ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 ഓർ 1 ആണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഗിഫൺ ഗുഡ്സിന് എങ്ങനെയാണ് ഇലാസ്റ്റിറ്റി വരുന്നത്? പോസിറ്റീവ് ആയിരിക്കും. ഗിഫൺ ഗുഡ്സിൻ്റെ കേസിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി പോസിറ്റീവ് ആയിരിക്കും. നോർമൽ ഗുഡിൻ്റെ കേസിലാണ് നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഉണ്ട്. അതിപ്പം ആൻസർ നമുക്ക് ഇഫ് ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഗിവൺ പ്രൈസിൽ ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് പ്രൈസിൽ ഈ പർട്ടിക്കുലർ പ്രൈസിൽ നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ഡിമാൻഡാണ് കൊണ്ടുവരാൻ സാധിച്ചതെങ്കിൽ, അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഒരു ഇൻഫിനിറ്റ് നമ്പറാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. Okay, and in this case demand curve will be a horizontal straight line parallel to x-axis like this. ഒരു horizontal parallel ആയിട്ടുള്ളൊരു ഡിമാൻഡ് കർവ് ആയിരിക്കും ഏത് കേസിൽ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ കിട്ടുന്നത്. അപ്പോൾ പ്രൈസിലെ ചേഞ്ചസ് എങ്ങനെ ഒരു ഡിമാൻഡിൽ ഒരു ഇൻഫിനിറ്റ് ചേഞ്ച് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ആൻഡ് ദിസ് ഈസ് എൻ ഇമാജിനറി സിറ്റുവേഷൻ ആണെന്നും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു ഇൻഫിനിറ്റ് ചേഞ്ച് ഒന്നും പ്രൈസിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആയിട്ടാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പറയുന്നത്. നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇത് ഒരു നമുക്ക് EP കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 0 ആണ് കിട്ടിയതെങ്കിൽ, അതായത് പ്രൈസിലെ ചേഞ്ചസ് ഡിമാൻഡിലൊന്നും ഒരു ചേഞ്ചസും കൊണ്ടുവരുന്നില്ല. ദാറ്റ് ഈസ് മീൻ ബൈ ദാറ്റ്. അപ്പോൾ EP = 0 ആയിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ എത്ര ചേഞ്ചസ് വരുത്തിയാലും ഡിമാൻഡ് ഒരു സ്റ്റിക്ക് ഓൺ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയായിരിക്കും ഡിമാൻഡ് കർവ് വരുന്നത്? ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ദി Y ആക്സിസ് ആയിരിക്കും വരുന്നത് ഏത് കേസിൽ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ വരുന്നത്. സിറ്റുവേഷൻ ഇൻ വിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് റിമെയിൻസ് കോൺസ്റ്റന്റ്. നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡ് ആയിരിക്കും ഇറസ്പെക്റ്റീവ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൻ്റെ ചേഞ്ചസിന് ഇറസ്പെക്റ്റീവ് ആയിട്ടായിരിക്കും ക്വാണ്ടിറ്റി ഒരു ചേഞ്ച് ഇല്ലാതെ നിൽക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് demand. Next one is if we got a price elasticity is equal to 1, EP is equal to 1 ആണെങ്കിൽ that is the case of unit elastic. When the demand of a product is unit elastic, a given proportionate change in price leads to equal proportionate change in demand. ഒരു 2 രൂപ നമ്മൾ പ്രൈസിൽ ചേഞ്ചസ് വരുത്തിയെങ്കിൽ 2 രൂപയ്ക്കുള്ള ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നതിൽ വന്നിട്ടുണ്ടെങ്കിൽ that is the case of unit elastic demand. That is ഇവിടെ price elasticity is equal to 1 ആണ്. For example, that is 10% change in price brings 10% change in demand. അവിടെ നോക്കുക, ഇപ്പോൾ ഈ ഒരു കേസ് നോക്കുക, OPRQ അതേ ഇത് തന്നെ is equal to OP1 SQ1. ഇതേ പ്രൊപ്പോർഷൻ ചേഞ്ച് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇവിടെ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ. ഇനി മോർ ഇലാസ്റ്റിക് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ, മോർ ഇലാസ്റ്റിക് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്, when a given proportionate change
price causes a greater proportionate change in quantity demand. It is the case of more elastic demand. Our EP price elastic നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ നോക്കുക, പ്രൈസിലെ ചേഞ്ചസ് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയപ്പോൾ തന്നെ നമുക്ക് ക്വാണ്ടിറ്റിയിൽ ആ പ്രപ്പോർഷനേക്കാളും കൂടുതൽ പ്രപ്പോർഷൻ ചേഞ്ച് നമുക്കിവിടെ ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിമാൻഡ് കർവ് നമുക്ക് വരയ്ക്കാൻ സാധിച്ചത്. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ബിക്കോസ് 10% ചേഞ്ച് ഇൻ പ്രൈസ്, the demand will be more than 10%. Change in demand will be more than 10%. ഇവിടെ ഒരു 10% ചേഞ്ച് പ്രൈസിൽ കൊണ്ടുവന്നു, പക്ഷേ നമുക്ക് ക്വാണ്ടിറ്റിയിൽ more than 10% ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ that is the case of elastic demand or more elastic demand. ഇവിടെ നോക്കുക, the Q1 change is greater than P1 changes. Okay. Last type of price elasticity of demand എന്ന് പറഞ്ഞാൽ less elastic and inelastic demand ആണ്. ഇവിടെ നോക്കുക, this is the case of when a given proportionate change in price leads to a lesser proportionate change in quantity demanded. അതായത് നമുക്കിവിടെ കാണാൻ കഴിയും Q1 is less than P1. അതായത് നമുക്ക് പ്രൈസിൽ ചേഞ്ച് വരുത്തിയതിനേക്കാളും കുറവ് ചേഞ്ചാണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ലെസ് ഇലാസ്റ്റിക് ഓർ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ നമുക്കൊരു സ്റ്റീപ്പർ ഡിമാൻഡ് കർവ് ആയിരിക്കും ഉണ്ടാകുന്നത്. In this case, the demand curve will be a steeper one. Okay. In a numerical example, a mobile manufacturing company sells its mobile phone at a price of rupees 4,500 per unit, and in a year, the company sells 10,000 handsets. When they decreases the price to rupees 4,000, sales increases to 12,000 unit. What is the price elasticity of demand for this mobile phone? ഇപ്പോൾ നോക്കാം, നമ്മുടെ പ്രൈസ് എത്രയാണ്? 4,500 ആണ്. ആ സമയത്ത് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 10,000 ആണ്. അപ്പോൾ ചേഞ്ച് എത്രയായിരിക്കും? നമ്മൾ പ്രൈസ് 4,500 നിന്ന് 4,000 ആക്കിയപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് -500 ആയി. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 10,000 നിന്ന് 12,000 ആയിട്ട് മാറിയപ്പോൾ നമുക്ക് കിട്ടിയ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് 2,000. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാം. This is the equation Q1 minus Q by Q divided by P1 minus P by P. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, P by Q into delta Q by delta P. നോക്കുക, അങ്ങനെയാണെങ്കിൽ EP is equal to 4,500 by 10,000 into 2,000 by -500. നമുക്ക് കിട്ടുന്ന ആൻസർ -1.8 ആണ്. ഇവിടെ 1.8 ആയതുകൊണ്ട് നമ്മൾ മൈനസ് ഫിഗർ ആയതുകൊണ്ട് വേറെ ഒന്നുമല്ല, ഇതൊരു നോർമൽ ഗുഡ് ആയതുകൊണ്ടാണ് അവിടെ മൈനസ് ഫിഗർ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, ഇഫ് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്, 0, എക്സെട്ര, ഇതിൽ ഏത് കേസാണ് ഇവിടെ വരുന്നത്? നമ്മൾ സൈൻ ബോദർ ചെയ്യാതെ നോക്കുമ്പോൾ ഹിയർ EP ഈസ് ഗ്രേറ്റർ ദാൻ 1, ദറ്റ് ഈസ് 1.8. ദ പ്രോഡക്റ്റ് ഹാസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ദാറ്റ് മീൻസ് ദ കേസ് ഓഫ് മോർ ഇലാസ്റ്റിസിറ്റി. അതായത് അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കാണിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ കൺക്ലൂഷൻ. സപ്പോസ് ദിസ് കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽസ് ബൈ 50%, to what percentage its price is to be reduced? അതായത് നമുക്ക് 50% സെയിൽസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എത്ര പ്രൈസാണ് അവർ കുറയ്ക്കേണ്ടത്? പ്രൈസ് കുറയുമ്പോഴാണല്ലോ ഡിമാൻഡ് കൂടുന്നത്. അപ്പോൾ എത്ര പ്രൈസ് കുറച്ചാലാണ് 50% സെയിൽസ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും? ഇവിടെ നമുക്ക് പ്രൈസ് ഇലാസ്റ്റിറ്റി നമുക്ക് -1.8 എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നീഡഡ് 50 ആണെന്ന് നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ പ്രൈസ് എത്രയായിരിക്കണം എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അപ്പം പ്രൈസ് ഇലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണല്ലോ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഓൾറെഡി 50 നമുക്ക് അറിയാം. ഇനി കാണേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. ഇനി അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ therefore പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് നത്തിങ് ബട്ട് 50 by 1.8. 50 by 1.8, ദാറ്റ് ഈസ് ഹിയർ 27.78. അപ്പോൾ 27.78% ചേഞ്ച് പ്രൈസിൽ കൊണ്ടുവന്നാലേ നമുക്കൊരു 50% ഇൻക്രീസ് സെയിൽസിൽ സംഭവിക്കുള്ളൂ. അതാണ് അതിൻ്റെ കൺക്ലൂഷൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ദ ഡിമാൻഡ് ഫംഗ്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഈസ് ഗിവൺ ആസ്
dx is equal to 10 minus 2p. What is the elasticity of demand of the product when price of the product is rupees 4? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിമാൻഡ് ഫംഗ്ഷൻ ആയിട്ടാണ്. ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പറഞ്ഞ dx is equal to a minus bp എന്നൊരു ഫോർമാറ്റിലാണ് നമുക്ക് ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അതായത് ഇവിടെ ഈ 2 എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ് ആണ് നമ്മുടെ ഈ തന്നിട്ടുള്ള ഈ 2, അതായത് ബി. നമ്മളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നു, ചേഞ്ച് തന്നു, ദെൻ വെൻ പ്രൈസും തന്നിട്ടുണ്ട്. പ്രൈസ് ₹4 ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഡി ആണ് നമ്മൾ ആദ്യം കാണുന്നത്. പ്രൈസ് 4 ആകുമ്പോൾ ഡിമാൻഡ് എത്ര? 2 ആണ്. അപ്പോൾ പ്രൈസ് 4 ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് 2 ആണ്. ചേഞ്ച് ഇൻ ദിസ് റേഷ്യോ, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ് നമുക്ക് -2 ആണ് ഓൾറെഡി അറിയാം. Therefore price elasticity is P by Q into delta Q by delta P. P എന്ന് പറഞ്ഞാൽ 4 ആണെന്നും Q എന്ന് പറഞ്ഞാൽ 2 ആണെന്നും നമുക്ക് കണ്ടെത്തി. ഇൻറ്റു ആ ചേഞ്ച്, ഈ ഒരു റേഷ്യോ നമുക്ക് -2 ആണെന്ന് കാണുമ്പോൾ നമുക്ക് ഈ -4 എന്ന ആൻസർ കിട്ടും. -4 എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു നോർമൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നോർമൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു -4 എന്നൊരു ഫിഗർ കിട്ടി. ദാറ്റ് ഈസ് ദ ആൻസർ. Next question, suppose a company produces electric bulbs and its demand curve is given as P is equal to 500 minus 0.1 Q. If the company wants to sell 4,500 bulbs, what price would be charged by the company? At that price, what will be the price elasticity of demand? Comment on elasticity. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? It is given that P is equal to 500 minus 0.1 Q. P എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. Q നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ അല്ല, ഡിമാൻഡ് ഫംഗ്ഷൻ്റെ ഫോർമാറ്റിൽ P ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ Q ആണ് കണ്ടുപിടിക്കുന്നത്. Therefore Q is equal to, ഈ Q ആണ് കാണുന്നത്, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോയിന്റ് മാറ്റാൻ വേണ്ടി 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 5000 minus 10 P എന്ന് നമ്മൾ കണ്ടെത്തി. ഇനി when it wants to sell 4,500, അങ്ങനെയാണെങ്കിൽ 5000 minus 10p, ഇവിടെ തന്നിട്ടുള്ള Q, അതായത് നമ്മൾ Q നമുക്കറിയാം, ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്നത് 4,500 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 minus 10p എന്നുള്ളത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പ്രൈസ് കണ്ടെത്താനാണ്. പ്രൈസ് ഈസ് ഈക്വൽ ടു 50 എന്നുള്ളത് ഡിറൈവ് ചെയ്ത് വരും. 10p is equal to 5000 minus 4500, that is 500. ഇനി p is equal to 500 divided by 10, that is 50. അപ്പോൾ നമുക്ക് പ്രൈസ് ആയി. ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ Q is equal to, നമുക്ക് ഈ ഡിമാൻഡ് ഫംഗ്ഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 500 minus 10p. ഇനി അതിൽ നിന്ന് നമുക്ക് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് ഹിയർ -10. അപ്പോൾ p is estimated as 50 and Q is given as 4,500. അങ്ങനെ നോക്കുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? P by Q, that is 50 by 4,500 into -10, that is here the ratio of changes of quantity divided by and quantity price. That is here the answer -0.11. Since elasticity of demand is 0.11, the product has inelastic demand. അതായത് ഇവിടെ ലെസ് ദാൻ 1 ആയതുകൊണ്ട് answer is less than 1. So the product is a inelastic demand. The product has inelastic demand. ഒരു inelastic demand ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ ഇത്രയും പെർസെൻറ്റേജ് മെത്തേഡിലാണ് പറഞ്ഞതെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ജിയോമെട്രിക് മെത്തേഡിൽ എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി കാണാന്നുള്ളതാണ്. അണ്ടർ ദിസ് മെത്തേഡ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് വേരിയസ് പോയിന്റ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവ്. ഇപ്പോൾ ഒരു ലീനിയർ ഡിമാൻഡ് കർവാണ് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഡിമാൻഡ് കർവിൽ നമ്മൾ ഏത് പോയിന്റിൽ എങ്ങനെയാണ് പ്രൈസ് ഇലാസ്റ്റിറ്റി കാണാൻ കഴിയുക? അപ്പോൾ ഡിമാൻഡ് കർവിലെ ഡിഫറെൻറ്റ് പോയിന്റ്സിലുള്ള പ്രൈസ് ഇലാസ്റ്റിറ്റിയാണ് ജിയോമെട്രിക് മെത്തേഡിൽ നമ്മൾ കാണുന്നത്.
To estimate elasticity, demand curve is extended to both axes. നമ്മൾ രണ്ട് ആക്സിസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ലോവർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവും അപ്പർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ പ്രൈസ് ഇലാസിറ്റി കാണുകയാണ് ജോമെട്രിക് മെത്തേഡിൽ. ലോവർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയാൻ പോകുന്നത് ഒന്ന്, ദ ഫിഗർ അറ്റ് പോയിന്റ് സി, മിഡ് പോയിന്റിൽ നമുക്ക് എപ്പോഴും BC divided by AC ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം നമ്മളൊരു യൂണിറ്റ് ഡിമാൻഡ് പ്രൈസ് ഇലാസിറ്റി നമ്മൾ എപ്പോഴും പോയിന്റ് സി, ഏകദേശം ഈ ഒരു പോയിന്റിൽ ആണ് ഒരു യൂണിറ്റ് ഇലാസിറ്റി കാണാൻ കഴിയുക. ഇനി നോക്കുക പോയിന്റ് ബിയിൽ എന്താണ് സംഭവിക്കുന്നത്. പോയിന്റ് ബിയിൽ നമുക്കറിയാം ലോവർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, അപ്പർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ AB ആണ്. അപ്പോൾ 0/AB എന്ന് പറഞ്ഞാൽ 0 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കർവ്. ഓക്കെ, ഇനി പോയിന്റ് എയിലോ AB ഡിവൈഡഡ് ബൈ 0. AB ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരിക്കും പ്രൈസ് ഇലാസിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഇവിടെ കാണാൻ സാധിക്കുക. ഇനി പോയിന്റ് ബി, പോയിന്റ് ബിറ്റ്വീൻ ബി ആൻഡ് സി ആണെങ്കിൽ, ബി ആൻഡ് സി ദാറ്റ് ഈസ് നമുക്കൊരു ഡി എന്നൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇലാസിറ്റി വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് നമ്മുടെ ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് നോക്കുമ്പോൾ പ്രൈസ് ഇലാസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഒരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഒരു കേസാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി നോക്കുക, ഇത് ഈ പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് സി ആണ്. നമ്മളിവിടെ ഒരു ഇ എന്ന പോയിന്റ് എടുത്താൽ ഇത് സംഭവിക്കും പ്രൈസ് ഇലാസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. ഒരു മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ്, അതായത് എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് പ്രൈസ് ഇലാസിറ്റി കാണാൻ സാധിക്കും. ദിസ് മെത്തേഡ് കമ്പയർസ് ദി ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ എ കമ്മോഡിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രൈസ് ചേഞ്ച്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്തതിന് മുമ്പും ശേഷവും എങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ വന്നതെങ്കിൽ, ആ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ കമ്മോഡിറ്റി വന്നതെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് ഇലാസിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡഡും ആണ്. അതായത് ഇഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വിത്ത് ഫാൾ ഇൻ പ്രൈസ്, അതായത് പ്രൈസ് കുറയുന്നതിനനുസരിച്ച് എക്സ്പെൻഡിച്ചർ കൂടുകയാണെങ്കിൽ, ആൻഡ് ഡിക്രീസ് വിത്ത് റൈസ് ഇൻ പ്രൈസ്, പ്രൈസ് കൂടുന്നതിനനുസരിച്ച് കുറയുകയാണെങ്കിൽ, അതായത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ ചേഞ്ചസ് കാണിച്ചതെങ്കിൽ, എക്സ്പെൻഡിച്ചറും പ്രൈസും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണിക്കുന്നതെങ്കിൽ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിക്രീസസ് വിത്ത് ഫാൾ ഇൻ പ്രൈസ്, ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ പ്രൈസ് ആണെങ്കിൽ, പ്രൈസ് ഇലാസിറ്റി ആണെങ്കിൽ ഓഫ് ഡിമാൻഡ് വിൽ ബി, പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് ഒരു ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ് ചേഞ്ചസ് വരുന്നതെങ്കിൽ, പ്രൈസും എക്സ്പെൻഡിച്ചറും ഒരു ഡയറക്റ്റ് പ്രപ്പോർഷനിലാണ് കാണിക്കുന്നത്, ഡയറക്റ്റ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ സെയിം വേയിലാണ് കാണിക്കുന്നതെങ്കിൽ പ്രൈസ് ഇലാസിറ്റി വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും. ടോട്ടൽ എക്സ്പെൻഡിച്ചർ റിമെയിൻസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ടു ദി ചേഞ്ച് ഇൻ പ്രൈസ് ആണെങ്കിൽ, പ്രൈസിൽ ചേഞ്ചസ് വരുന്നതിനെ ബേസ് ചെയ്ത് ചേഞ്ചസ് ഒന്നും നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ കാണിച്ചില്ലെങ്കിൽ, that is the case of unit elasticity. Okay, അതായത് പ്രൈസ് ഇലാസിറ്റി വിൽ ബി ഈക്വൽ ടു 1, പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു 1. ഈ ഒരു 3 മെത്തേഡിലാണ് നമ്മൾ പെർസെൻറ്റേജ് മെത്തേഡ്, ജോമെട്രിക് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമുക്ക് പ്രൈസ് ഇലാസിറ്റി കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് വേ. ഇനി എന്തൊക്കെ രീതിയിലുള്ള യൂസസ് ആണ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ആണ് ഈ പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് നമ്മുടെ ഇക്കോണമിയിൽ ഉള്ളത് നോക്കാം. അതായത് യൂസസ് ഓഫ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ആൻ ഇക്കോണമി. ഫസ്റ്റ് യൂസേജ് അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ഗവൺമെൻറ് ഇൻ ഫിക്സിംഗ് ദി ടാക്സ് ഓൺ എ പ്രോഡക്റ്റ്. അതെങ്ങനെയാണ്? ഗവൺമെൻറ് വാണ്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് ടാക്സ് റവന്യൂ ഓൾവേസ്, അല്ലേ? നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിന്, ഏത് ഗവൺമെൻറ്റിനാണെങ്കിലും റവന്യൂ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നത് ദർ ആർ ഓൺലി വൺ വേ, ദാറ്റ് ഈസ് ടാക്സ്. ടാക്സ് ഓരോ കമ്മോഡിറ്റിയിലും ഇമ്പോസ് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് റവന്യൂ ലഭിക്കുന്നത്. അത് ഏത് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റിയിലാണ് ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നു ദോസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ ഹാവിങ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. അത് ഒരു ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള, ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിലെ ചേഞ്ചസിനേക്കാളും കുറവ് ചേഞ്ചസ് ഡിമാൻഡിൽ വരുന്ന കമ്മോഡിറ്റീസ്, അതാണ് ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള കമ്മോഡിറ്റീസിൽ ടാക്സ് ഇമ്പോസ് ചെയ്താലേ നമുക്ക് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ഒരു മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റിയിൽ നമ്മൾ ടാക്സ് കൂടുതൽ ഇമ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയും അതിൻ്റെ ഡിമാൻഡ്
പ്രൈസിലെ ചേഞ്ചസിനേക്കാളും കൂടുതൽ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ടാക്സ് റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് വിൽ ഡിക്രീസ് ദ ടാക്സ് റവന്യൂ. അപ്പോൾ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് useful to government in fixing the tax on a product. It is useful to the producers in fixing the price of a product. മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ. പ്രൊഡ്യൂസർ ക്യാൻ ചാർജ് എ ഹയർ പ്രൈസ് ഇഫ് ദ ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഇൻഇലാസ്റ്റിക്. അതായത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് പ്രൈസിലൂടെയാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിലാണ് അദ്ദേഹം ഹയർ പ്രൈസ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൈസിൻ്റെ ചേഞ്ചസിനേക്കാളും കുറവ് ചേഞ്ചസ് ഡിമാൻഡിൽ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് പ്രോഡക്ട്സ്. അപ്പോൾ ഒരു മോർ ഇലാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിൽ പ്രൈസ് കൂടുതൽ ചാർജ് ചെയ്ത് എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിമാൻഡ് ആ ചേഞ്ചസിനേക്കാളും കൂടുതൽ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അന്നേരം ആ ടോട്ടൽ റവന്യൂ ഫ്രം ദ സെയിൽ ഓഫ് ദ പ്രോഡക്റ്റ് വിൽ ഡിക്രീസസ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഉപയോഗം അല്ലെങ്കിൽ യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി ട്രേഡ് യൂണിയൻസ് ഇൻ വേജ് ബാർഗെയിനിങ്. അതായത് നമ്മൾ നോക്കുക, ബാർഗെയിനിങ് പവർ ഓഫ് ദി ട്രേഡ് യൂണിയൻ ഈസ് റേസിംഗ് ദി വേജസ് ഓഫ് ലേബർ ഇൻ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദെയർ സർവീസ് ടു ദി എംപ്ലോയർ. അതായത് എംപ്ലോയറുടെ സർവീസിനുള്ള ഡിമാൻഡും അവരുടെ വേജസുമാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. നമ്മൾ പ്രൈസും ഡിമാൻഡ് ഓഫ് കമ്മോഡിറ്റിക്കും പകരം ഇവിടെ വേജസും ഡിമാൻഡ് ഓഫ് ദെയർ സർവീസാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ട്രേഡ് യൂണിയൻ യൂഷ്വലി സക്സീഡ്. ഏത് രീതിയിലുള്ള സിറ്റുവേഷനിലാണ് ട്രേഡ് യൂണിയൻ സക്സസ് ആവുന്നത്? വെൻ ദ ഡിമാൻഡ് ഫോർ സർവീസസ് ഓഫ് ലേബർ ഷുഡ് ബി മോർ എംപ്ലോയർ ഇസ് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ലൈക്ക് ഹിയർ, അതായത് മറ്റു സിറ്റുവേഷനിൽ പോലെ തന്നെ ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ട്രേഡ് യൂണിയൻ സക്സസ്ഫുൾ ആകുന്നത്. അന്നേരം വേജ് ബാർഗെയിൻ ചെയ്യുമ്പോഴായിരിക്കും സക്സസ്ഫുൾ ആകുക. ഇനി നോക്കാം മറ്റൊരു യൂസേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി പോളിസി മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസീസ്. ഒരു ഗവൺമെൻറ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസീസ്, അതായത് താരിഫ് ഫിക്സ്ഡ് താരിഫ് അല്ലെങ്കിൽ ഡിവാലുവേഷൻ ഓഫ് കറൻസീസ് പോലുള്ള എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് പോളിസീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹെൽപ്ഫുൾ ആണ്. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് പ്രോഡക്റ്റ് ഇൻ ദ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ട് കൺട്രീസ് ഷുഡ് ബി കൺസിഡർ. ഇവിടെ ഇലാസ്റ്റിസിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സിമിലർലി ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ ബമ്പർ ക്രോപ്പ് ആൻഡ് ഡിക്രീസ് ദ ടോട്ടൽ റവന്യൂ ഓഫ് ദ ഫാമേഴ്സ്. അതായത് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ സിൻസ് ഡിമാൻഡ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഈസ് മോസ്റ്റ്ലി ഇൻഇലാസ്റ്റിക്, എ ലാർജ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് വിൽ ഡിക്രീസ് ദ പ്രൈസ് ആസ് വെൽ ആസ് ടോട്ടൽ റവന്യൂ ഓഫ് ഫാർമേഴ്സ്. അപ്പോൾ ഇപ്പം അഗ്രികൾച്ചർ ഫീൽഡിലും ബമ്പർ ക്രോപ്പ് പോലുള്ള ഫീൽഡിലും ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഹെൽപ്ഫുൾ ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്. അതായത് ലാർജ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രൈസ് കുറയുന്നു, അവരുടെ ടോട്ടൽ റവന്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇലാസ്റ്റിസിറ്റി ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫിനോമിനൻ ദാറ്റ് ടു നെസസറി സ്റ്റെപ്സ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിന് നെസസറി സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടി ഓരോ പ്രൊഡക്റ്റിൻ്റെ മുകളിലുള്ള പ്രൈസ് ഫിക്സേഷനെ ബേസ് ചെയ്തിട്ടുള്ള നെസസറി സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന അനാലിസിസ് ഓർ കാൽക്കുലേഷൻ ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ദീസ് ആർ ദ ഡിഫറെൻറ്റ് യൂസസ് ഓർ അപ്ലിക്കേഷൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ആൻ ഇക്കോണമി. ഒരു പ്രോഡക്റ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആവാം, മറ്റ് ഏത് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും. മെയിൻലി നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി നോക്കുകയാണെങ്കിൽ ആ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത് നേച്ചർ ഓഫ് കമ്മോഡിറ്റി, അതായത് ആ കമ്മോഡിറ്റി ഒരു നെസസറി ഐറ്റം ആണോ ലക്ഷറി ഐറ്റം ആണോ എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഇപ്പം നെസസറി ഐറ്റം ആണെങ്കിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആയിരിക്കും. അതായത് പ്രൈസിൽ എത്ര ചേഞ്ചസ് വന്നാലും, ഇപ്പം ഇൻകം കുറവാണെങ്കിലും പ്രൈസ് ഹൈ ആണെങ്കിലും നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നെസസറി ഐറ്റംസിന് എപ്പോഴും ഒരു ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഓൺ ദി അതർ ഹാൻഡ് ലക്ഷറി ഐറ്റംസിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ് ആയിരിക്കും ലക്ഷറി ഐറ്റംസിന് കാണിക്കാം. ഈ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ഫോർ എ കമ്മോഡിറ്റി, ഒരു ലാർജ് നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ, ഇക്കോണമിയിൽ അവൈലബിൾ ആണെങ്കിൽ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വിൽ ബി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ചെറിയ ചേഞ്ചസ് പ്രൈസിൽ കൊണ്ടുവന്നാൽ അതിനും വലിയ ചേഞ്ചസ് ഡിമാൻഡിൽ
കാണിക്കും. അതാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അതായത് അവൈലബിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടിയാൽ നമ്മൾ ആ സെയിം സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന മറ്റൊരു പ്രോഡക്റ്റിലോട്ട് പോകും. അതാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്പർ ഓഫ് യൂസസ് ഓഫ് എ കമ്മോഡിറ്റി, അതിപ്പോൾ കമ്മോഡിറ്റി ലാർജ് നമ്പർ ഓഫ് യൂസസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഡിമാൻഡ് വിൽ ബി മോർ ഇലാസ്റ്റിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കമ്മോഡിറ്റി, ഒരു ലാർജർ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം നമ്മൾ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റീസിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് വിൽ ബി ഇറ്റ്സ് ഡിമാൻഡ്. അതിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി ടൈം പീരീഡ് എങ്ങനെയാണ്? ലോങ്ങർ ടൈം പീരീഡിലുള്ള ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ആണെങ്കിൽ അതിൻ്റെ മോർ ഇലാസ്റ്റിക് വിൽ ബി ദ ഡിമാൻഡ്. അതിൻ്റെ ഡിമാൻഡ് മോർ ഇലാസ്റ്റിക് ആയിരിക്കും. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ടു ഡിറ്റർമിൻ ദി ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി പ്രൈസ് ഇലാസ്റ്റിറ്റി പോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ് ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഇറ്റ്സ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഈ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്, അതാണ് ഇവിടെ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ടീയുടെ പ്രൈസ് എങ്ങനെയാണ് കോഫിയുടെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിറ്റിയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ ദ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് വൈ. ഇപ്പോൾ എക്സ് വൈ എന്ന രണ്ട് കമ്മോഡിറ്റി ഉണ്ട്. അപ്പോൾ വൈയുടെ പ്രൈസ് എങ്ങനെയാണ് എക്സിൻ്റെ ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഹിയർ cross elasticity of demand, that is EC is equal to percentage change in quantity demanded of X divided by percentage change in price of X. It is the ratio between percentage change in quantity of demand X to the percentage change in price. ഓക്കെ, നമുക്ക് നേരത്തെ ഇക്വേഷൻ പോലെ തന്നെ ഇവിടെ എഴുതാം. PY divided by QX into delta QX divided by delta PY. This is the equation for cross elasticity of demand. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്? If cross elasticity of demand between commodity X and Y is zero ആണെങ്കിൽ, cross elasticity of demand is equal to 0 ആണെങ്കിൽ, it means that commodities are related. അതായത് commodities are not related, തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് 0 ആണ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഇല്ല എന്നതാണെങ്കിൽ രണ്ട് കമ്മോഡിറ്റിയും തമ്മിൽ, ഇപ്പോൾ എക്സ് ആൻഡ് വൈയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ല, കോംപ്ലിമെൻ്ററിയോ അങ്ങനെ ഒന്നല്ല. ഇനി ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? ദ ടു കമ്മോഡിറ്റീസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. അതായത് നമുക്ക് ഒരു കമ്മോഡിറ്റിക്ക് പകരം മറ്റൊരു കമ്മോഡിറ്റി ഉപയോഗിക്കാം എന്നൊരു കൺക്ലൂഷനിലോട്ട് നമുക്ക് എത്തും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് ആ രണ്ട് കമ്മോഡിറ്റി. ഇനി ക്രോസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ബോത്ത് കമ്മോഡിറ്റീസ് ആർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ, മറ്റൊന്നിന് പകരമായിട്ട് ഉപയോഗിക്കല്ല, രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ എന്ന രീതിയിലുള്ള രണ്ട് ഗുഡ്സുകളാണ് അത് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മറ്റൊരു ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അതായത് ഇൻകത്തിനെ ബേസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഇൻകം കൂടുക കുറയുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ മുകളിലുള്ള നമ്മുടെ ഡിമാൻഡ്, അതാണ് ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ ദ റേഷ്യോ ബിറ്റ്വീൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഇവിടെ Y by Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ Y. ഇവിടെ Y എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല, ഇൻകത്തെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഇവിടെ Y എന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ ഇത്രയും നേരം പ്രൈസാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ ഇൻകം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻകത്തിലുള്ള ചേഞ്ചസ് എങ്ങനെയാണ് ഡിമാൻഡിലോ ചേഞ്ചസ് വരുത്തുന്നത് എന്നാണ് ഇവിടെ ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ, ഫോർ നോർമൽ ഗുഡ്സ് ഇൻകം ഇലാസ്റ്റിറ്റി വിൽ ബി പോസിറ്റീവ് ബിക്കോസ് ഇൻകം ആൻഡ് ഡിമാൻഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് നോർമൽ ഗുഡാണെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഗുഡിൻ്റെ ഡിമാൻഡ് കൂടുന്നു എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ് ആണെങ്കിൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഇൻഫീരിയർ ഗുഡ് ആണെങ്കിൽ നമുക്ക് അതിനോടുള്ള ഡിമാൻഡ് കുറയുക ചെയ്യാം. അതായത് നമുക്കൊരു ഇൻഫീരിയർ ഫീലാണ് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് വരിക നമ്മുടെ ഇൻകം കൂടി നിൽക്കുന്ന ടൈമിൽ. അപ്പോൾ ഇലാസ്റ്റിറ്റി വിൽ ബി നെഗറ്റീവ്. ഒരു ഇൻഫീരിയർ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിറ്റി വിൽ ബി നെഗറ്റീവ്. ഒരു നോർമൽ ഗുഡിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിറ്റി വിൽ ബി പോസിറ്റീവ്. ഇനി ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. Suppose a consumer purchased 10 units of a commodity when his monthly income is rupees 20,000. When his monthly income increases to 25,000, he purchased 12 units of it.
അപ്പോൾ 10 യൂണിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് 20,000 ഇൻകം ഉള്ള സമയത്ത് നമ്മൾ ഇൻകം കൂടി 25,000 ഇൻകം ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റി 12 യൂണിറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. എസ്റ്റിമേറ്റ് ദി ഇൻകം ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഇന്റർപ്രറ്റ് ദി റിസൾട്ട്. ഇൻകം ഇലാസ്റ്റിറ്റി എങ്ങനെ കാണാം? നമ്മുടെ ഇക്വേഷൻ എന്താണ്? Y/Q ഇൻറ്റു ഡെൽറ്റ Q ബൈ ഡെൽറ്റ Y. ഇവിടെ Y എന്ന് പറഞ്ഞാൽ 20,000 ആണ്. അന്നേരം നമ്മുടെ ഡിമാൻഡ് 10 ആണ്. Q ഈസ് ഈക്വൽ ടു 10. ഇനി ഡെൽറ്റ Y, അതായത് ചേഞ്ച് ഇൻ ഇൻകം 20,000 to 25,000, that is 5,000. Delta Q, change in quantity demanded 12 and change difference between 10 and 12, that is 2. ഇനി ഇക്വേഷനിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 20,000 into 2 divided by 10 into 5,000. അതായത് ഇങ്ങനെ ചെയ്താലാണ് ഇത്. ദാറ്റ് ഈസ് ഹിയർ 0.8. ഇവിടെ ഈ Y, ദാറ്റ് ഈസ് ഇൻകം ഇലാസ്റ്റിറ്റി ഈസ് 0.8. ഇറ്റ് ഈസ് ദ ലെസ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പോലെ തന്നെ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ലെസ് ഇൻകം ഇലാസ്റ്റിറ്റി ആണ്. ആസ് ദ സൈൻ ഓഫ് ഇൻകം ഇലാസ്റ്റിറ്റി ഈസ് പോസിറ്റീവ് സൈൻ ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ നോർമൽ ഗുഡ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ആണ് പ്രൊമോഷണൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് നമ്മൾ ഓൾറെഡി അഡ്വർടൈസ്മെന്റ് ഒക്കെ പഠിച്ചിരുന്നു. അതായത് ഡിമാൻഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോൾ അഡ്വർടൈസ്മെന്റിന്റെ എമൗണ്ട്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ആയിട്ട്, അതായത് പോസിറ്റീവ് റിലേഷൻ ആണ് നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റും വരുന്നത്. ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു എ ചേഞ്ച് ഇൻ ദ എക്സ്പെൻഡിച്ചർ ഓൺ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ലൈക്ക് അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു പോസിറ്റീവ് റിലേഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം പ്രൊമോഷണൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അത് യൂഷ്വലി പ്രൊമോഷണൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് പോസിറ്റീവ് ബിക്കോസ് ആസ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ഓൾസോ ഇൻക്രീസസ് ദി ഡിമാൻഡ്. നമുക്ക് സെയിം പ്രൊപ്പോർഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്: പ്രൈസ് ഇലാസ്റ്റിറ്റി, ഇൻകം ഇലാസ്റ്റിറ്റി, പ്രൊമോഷണൽ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, ക്രോസ് ഇലാസ്റ്റിറ്റി ഓൾസോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.